പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 14 തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയൻ അർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ
യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഈ ചിലപ്പോൾ വാളും പരിചയം പോലെ പരസ്പരം വിരുദ്ധമായിരിക്കും. വാൾ വെട്ടാനും പരിചയം തടയാനുമാണല്ലോ. അത് ഒരുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിരുദ്ധമായ ആശയങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സൊന്ന്, നമ്മൾ നേരെ എതിരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ? അത് ഞാൻ എന്താ പറയാൻ കാര്യം അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ താബോർ മല കണ്ടില്ലേ? താബോർ മല കണ്ടപ്പോൾ താബോർ മല എന്താ സംഭവിക്കണത്? നമ്മൾ കണ്ടതാ. എന്നാൽ ഞാൻ ജസ്റ്റ് ഓർപ്പിക്കുക. കർത്താവ് താബോർ മലയിൽ വന്നപ്പോൾ യാക്കോബ് യോഹന്നാൻ പത്രോസിനെ കൂട്ടിക്കൊണ്ട് മുകളിൽ പോയി. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. ദൈവിക രൂപം, യഥാർത്ഥ ദൈവിക രൂപം അപ്പോസ്തലന്മാർ കണ്ടു. അപ്പോസ്തലന്മാർ പറഞ്ഞെന്താണ്? അവർ പരിഭ്രമിച്ചു പോയി, വിസ്മയിച്ചു പോയി. പറഞ്ഞു, ഞങ്ങൾ 17:4 പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്ത് പറയാനാണിത്? കാര്യം എന്താ പ്രശ്നം? ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. സ്വന്തം കൂടാരം തന്നെ, ഭൂമിയിലെ കൂടാരം പൊളിക്കാനാണ് മുകളിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നത്. അത് ഇവർക്ക് അറിയത്തില്ലല്ലേ. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ച് നീക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഓർഡറാണ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. മോശെ ഏലിയായി അവനോട് പറഞ്ഞു, കൂടാരം പൊളിക്കാൻ സമയമായി കേട്ടാന്ന് പറഞ്ഞു. അതറിയണമെങ്കിലേ നിങ്ങൾ ആ 9:30 വായിക്കണം. ഈ താബോറിൻ്റെ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൂക്കാത് കാര്യം പറയുന്നുണ്ട്. 9:30-31 വായിച്ചു ലൂക്കായുടെ സുവിശേഷം. അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. എന്താണ് സംസാരിച്ചത് നോക്കിയേ? അവർ മഹത്വത്തോടെ കാണിക്കപ്പെട്ട. അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ്, അവന്റെ മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ? അവന്റെ കൂടാരം ഭൂമിയിൽ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അവന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൂടാരം എന്ന്. കാര്യം അവരുടെ ജീവിതമായിരുന്നല്ല. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ കൂടാരം പൊളിക്കുന്നു എന്നുള്ള സ്വയം അറിയണമെങ്കിലേ ഈ ഐസയ്യ 38:12 വായിച്ച്, ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. ഈശോയുടെ ഭവനം, ഈശോയുടെ ഭൂമിയിലെ ജീവിതം പറിച്ചു മാറ്റുന്നു. നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നു. നെയ്ത്ത് അവസാനിപ്പിച്ച് ചുരുട്ടുകയാണ്. തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും മുറിച്ചു നീക്കി. എന്നുവെച്ചാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈശോ ഇറങ്ങി വരണത്. ഈശോ താബോറിലുള്ളത്. ഈശോയുടെ കൂടാരം തന്നെ ഈശോയ്ക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായി. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു മാറ്റപ്പെടുകയും പാവ് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇവിടെ കുറേ അണ്ണന്മാർ പറയണത്, ഞങ്ങൾ 3 കൂടാരം ഇവിടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹവും ദൈവിക നിയോഗവും തമ്മിൽ ശരിക്കും അങ്ങ് കയറി കടിക്കുന്നുണ്ട്. നടക്കത്തില്ല, വിരുദ്ധമായിപ്പോയി. അങ്ങനെ വിരുദ്ധമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മളുടെ ഇഷ്ടം വേറെ ഒന്ന്. അങ്ങനെ എപ്പോഴും സംഭവിക്കും. ഞാൻ ഇന്നലെ ഒരു മരിപ്പിന് പോയി. 41 വയസ്സേ ഉള്ളു. പണ്ട് അവൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അവൻ്റെ അപ്പനാണെങ്കിൽ അവിടെ നിന്നിട്ട് അവൻ്റെ അപ്പനാണ് ഭയങ്കര സങ്കടം. അദ്ദേഹം ഇങ്ങനെ ദുഃഖം കടിച്ച് അമർത്താൻ പറ്റാതെ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂണ്ടിക്കാണിക്കണം. എന്ത് പറ്റി? തന്നെത്താൻ തന്നെ ചോദിക്കണേ.
വല്ലാത്തൊരു സീനായി പോയി. ഞാൻ പിന്നെ അദ്ദേഹത്തെ പോയി സാന്ത്വനപ്പെടുത്തി. എന്നാലും അദ്ദേഹത്തിന് വയസ്സുണ്ട്. ഈ 40 വയസ്സുള്ള മകൻ്റെ മരണം എങ്ങനെ സഹിക്കാം? അപ്പം ദൈവഹിതം ഒന്ന് വരുമ്പോൾ നമ്മുടെ ഇഷ്ടം വേറെ ആയിട്ട് തമ്മിലും ഒക്കെ പൊരുത്തപ്പെടുത്തില്ല. അപ്പം അങ്ങനെ പൊരുത്തപ്പെടാതെ ജീവിതത്തിൽ വരും. അങ്ങനെ പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈശോയ്ക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം ഒന്ന്, ഈശോയുടെ ഇഷ്ടം ഒന്ന്. സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോട്ടെന്ന് ഈശോ പ്രാർത്ഥിക്കണില്ല. ജീവിതത്തിൽ മൊത്തം ഇതുണ്ട്, ഈ പാരഡോക്സ് ഉണ്ട്. ദൈവകൽപ്പന ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മുടെ ഇഷ്ടം നേരെ മറ്റൊന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഉടനെ നിത്യപിതാവിൻ്റെ സ്വരമുണ്ട്. എന്താണ് ഈ അപ്പം പറയണത്? 17:5. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അതാണ് വിഷയം. ഇങ്ങനെ അസന്നിഗ്ധമായ കഷ്ടം, ദൈവഹിതം ഒന്ന്, മനുഷ്യന്റെ ആഗ്രഹം വേറെ ഒന്ന് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? കർത്താവിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയണത്? അതിനനുസരിക്കണം. അതാണ് ഒരു വിശ്വാസ തിരഞ്ഞെടുപ്പ്. ഇവനെ ശ്രവിക്കുവിൻ. ഈ വാക്ക് നേരത്തെ നമ്മൾ കേട്ടതല്ലേ? എവിടെ കേട്ട്? കർത്താവിനെ ജ്ഞാനസ്നാനപ്പെടുത്തുമ്പോൾ പിതാവ് വന്ന് സംസാരിച്ച് ഇതേ രീതിയിൽ വാക്ക് സംസാരിച്ചു. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്താ പറയണത്? ഇപ്പം പ്ലീസിങ് ഒന്നും അല്ല പറയണത്. ഇപ്പം എന്താ പറയണത്? ഞാൻ പ്രസാദിച്ചെന്നൊന്നുമല്ല പറയണത്, നിങ്ങൾ അവനെ ശ്രമിക്കണമെന്ന്. ഈ അസന്നിഗ്ധമായ ഘട്ടത്തിൽ എൻ്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങളുടെ ഇഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? ഈശോയെ ശ്രമിക്കണതാണ്. ഈശോ പറഞ്ഞ ആ മേഖലയിൽ ഈശോയുടെ വചനം എന്താണ്? അപ്പോൾ നമ്മൾ സിമ്പിളല്ലേ? വിശ്വാസിയുടെ വെളിച്ചമാണ് വചനം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിരുദ്ധമായ ദൈവിക ഇഷ്ടം വന്നാൽ, നമ്മുടെ ഇഷ്ടത്തിനെതിരെ ഒരു ദൈവ ഇഷ്ടമായിട്ട് വേറെ ഒരു നിയോഗം വന്നാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താ? നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.